ഞാൻ ഇന്ന് നിങ്ങളോട് രണ്ട് വാക്ക് വളരെ കുറച്ച് സമയം നിങ്ങളുടെ എടുക്കുന്നുള്ളൂ. നമ്മളൊരു പുതിയ ഉദ്യമം തിങ്കളാഴ്ച നമ്മൾ തുടങ്ങുകയാണ്. അതായത് മുസ്ലിം സംവരണം, ഈ കേരളത്തിൽ നടക്കുന്ന മുസ്ലിം സംവരണം എന്ന് പറഞ്ഞ ഒരു ഭീകര തട്ടിപ്പ്. ഈ തട്ടിപ്പൊന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ അതിൻ്റെ കേസൊക്കെ നമ്മൾ കംപ്ലീറ്റ് തയ്യാറാക്കി ഫൈനൽ ഡ്രാഫ്റ്റായി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫയൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിപ്പോൾ ഹൈക്കോടതിയിലെ ഫിസിക്കൽ ഫയലിംഗ് ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. നാളെ തിങ്കളാഴ്ച നോക്കിയിട്ട് എന്തായാലും ഉടനെ ആരംഭിക്കും, ഈ ആഴ്ച തന്നെ. അപ്പോൾ ഈ മുസ്ലിം തട്ടിപ്പിൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കേസിലേക്ക് നീങ്ങിയത്? കാരണം ഭരണഘടനയിൽ ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 ഒരു തരത്തിലും ഭരണഘടനാ പ്രകാരം ഒരു തരത്തിലും മതപരമായ റിസർവേഷൻ അനുവദനീയമല്ല. ഭാരതത്തിൽ ഒരു മതത്തിൻ്റെ പേരിൽ റിസർവേഷൻ ഇല്ല. ശരിക്കും ആദ്യം റിസർവേഷൻ ഉണ്ടായിരുന്നത്, റിസർവേഷൻ വേണം എന്ന ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് പെട്ട ആൾക്കാർക്ക്. അത് നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ഹിന്ദു മതത്തിൽ അൺടച്ചബിലിറ്റി തുടങ്ങിയ ഒരുപാട് ജാതി തിരിച്ചുള്ള അനാചാരങ്ങളും സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സും സാമൂഹിക പിന്നോക്കാവസ്ഥയും ഈ പിന്നെ ഹിന്ദു സമുദായത്തിലെ പല ജാതികൾക്കും ഓൾ ഓവർ ഇന്ത്യ ഉണ്ടായിരുന്നത് കാരണമാണ് ആ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 15 16 ഇക്വാളിറ്റിയെ പറ്റിയൊക്കെ പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ സമത്വം അതായത് ജാതിയോ മതത്തിൻ്റെയോ പേരിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമത്വം എന്ന് പറയുന്ന സംഭവം സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന, അതായത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ്, പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്, സമുദായത്തിലെ ഏതെങ്കിലും വിഭാഗത്തിന് എന്തെങ്കിലും പ്രത്യേക നിയമം കൊണ്ടുവരുന്നതിന് തടസ്സമില്ല. ഇത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് കേരളത്തിലെ മുസ്ലിം, നാടാർ ക്രിസ്ത്യൻ, ലാറ്റിൻ ക്രിസ്ത്യൻ ഈ 3 വിഭാഗത്തിന് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ്, വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായിട്ടും പിന്നാക്കം നിൽക്കുന്നവരാണ് എന്ന് കണ്ടുകൊണ്ട് 1993 ഒരു നിയമം, അതായത് 1993 നിയമം കൃത്യമായിട്ട് പറഞ്ഞാൽ ആ നിയമത്തിൻ്റെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട് 1993 and Kerala State Backward Classes Reservation of Appointments or Post in the Services under the State Act 1995. അപ്പോൾ ഈ 93 അതിനകത്താണ് ഈ മുസ്ലിമിനെയും ലാറ്റിൻ കാത്തലിക്സിനെയും നാടാർ ക്രിസ്ത്യാനിയും പിന്നെ ഒരു വിഭാഗം ഞാൻ പറയാൻ വിട്ടുപോയൊരു വിഭാഗമുണ്ട്. നമ്മുടെ SC/ST വിഭാഗങ്ങളിൽ ഹിന്ദു, ഹൈന്ദവ, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളിൽ നിന്നും കൺവെർട്ട് ചെയ്യപ്പെട്ട ക്രിസ്ത്യനായി കൺവെർട്ട് ചെയ്യപ്പെട്ടവർ, SC/ST വിഭാഗത്തു നിന്നും ക്രിസ്ത്യനായി കൺവെർട്ട് ചെയ്യപ്പെട്ടവർ, അവർക്കും ഉണ്ട് റിസർവേഷൻ. കാരണം 4 കാറ്റഗറിയാണ് റിസർവേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെക്ഷൻ 11, ഈ ആക്ടിലെ സെക്ഷൻ 11 കൃത്യമായി പറയുന്നുണ്ട് എല്ലാ 10 വർഷവും ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വിഭാഗങ്ങളുടെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, അതായത് സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നാക്കാവസ്ഥയെപ്പറ്റി പഠനം നടത്തി എല്ലാ 10 വർഷവും. അപ്പം 93 കഴിഞ്ഞാൽ 2003 ഒരു പഠനം നടത്തണമായിരുന്നു, 2013 ഒരെണ്ണം നടത്തണമായിരുന്നു, ഇനിയിപ്പോൾ 2023 നടത്തണം. അങ്ങനെ 3 ഇപ്പോൾ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ 3 ആയി. അത് 10 വർഷമോ അത് ഗവൺമെൻറ്റിന് എപ്പോഴാണ് യുക്തമെന്ന് തോന്നുന്ന സമയത്തോ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ 20 വർഷമായി അല്ലെങ്കിൽ റിവ്യൂ ഈ ഇവരുടെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്സിൻ്റെ സ്റ്റാറ്റസ് റിവ്യൂ നടത്തേണ്ട 10 വർഷം കഴിഞ്ഞിട്ടും ഒരു റിവ്യൂ നടത്തിയിട്ടില്ല,
ഒരു സ്റ്റഡിയും നടത്തിയിട്ടില്ല. 93 എന്തൊക്കെ ചെയ്തോ അത് ഇന്നും തുടരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, മുസ്ലിമിനാണെങ്കിൽ ഇരിക്കാൻ ധനസഹായം, നിൽക്കാൻ ധനസഹായം, കിടക്കാൻ ധനസഹായം, പെറാൻ ധനസഹായം, മുക്രിക്ക് ധനസഹായം, ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ധനസഹായം, അങ്ങനെ മദ്രസ സാറുമാർക്ക് പെൻഷൻ, വെൽഫെയർ ബോർഡ്, സകലമാന ഏർപ്പാടുകളും ഈ മുസ്ലിം പീഡനത്തിന് വേണ്ടിയിട്ട് മാറി മാറി വന്ന LDF UDF സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആത്യന്തികമായ ചോദ്യം. അപ്പം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇവർ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് കാര്യമായ രീതിയില്ല. 1% വ്യത്യാസം മാത്രമേ പ്രമുഖ, അതായത് സാധാരണ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായങ്ങളും മുസ്ലിം സമുദായവുമായി 1% വ്യത്യാസം. സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ആയിട്ട് നമുക്കറിയാം, ഇവിടെ ഒരു സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സും ഒരു സമുദായത്തിനും കേരളത്തിലില്ല. ഒരു സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സും ഇല്ല. അൺടച്ചബിലിറ്റി എന്തെങ്കിലും ഉണ്ടായിരുന്നത് ഹിന്ദു സമുദായത്തിൽ മാത്രമാണ്. SC ST മാത്രമാണ് ഇപ്പോഴും എന്തെങ്കിലും ഒരു സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ്. മുസ്ലിങ്ങളുടെ കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം. ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഗൾഫിലും അറബിയുടെ അവിടെ പോയി കക്കൂസ് കഴിയും മറ്റ് ജോലികളും ഒക്കെ ചെയ്ത് ധാരാളം കാശ് കൊണ്ടുവന്ന് സമർത്ഥ സുന്ദരമായി ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അപ്പം എക്കണോമിക് ബാക്ക്വേർഡ്നെസ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അവർ പ്രസിദ്ധീകരിച്ച 2014 പ്രസിദ്ധീകരിച്ച ഒരു ഡേറ്റ അനുസരിച്ച് ഹിന്ദുക്കളുടെ ഈ പുറത്തുനിന്നുള്ള റെമിറ്റൻസ് മൊത്തം പൈസ ഇവിടെ കൊണ്ടുവന്ന് 55% അങ്ങോട്ടാണ് 2011 സെൻസസിലുള്ളത്. അത് അത്രയൊന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദു എന്ന് പറയുന്ന ജന്തു. അങ്ങനെ 55 അല്ലെങ്കിൽ 56% ഹിന്ദുക്കൾ 28,137 കോടി. 56% വരുന്ന അല്ലെങ്കിൽ 55% വരുന്ന അല്ലെങ്കിൽ 50% വരുന്ന ഹിന്ദുക്കൾ 28,137 കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വെറും 26% മുസ്ലിം ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് 25,767 കോടിയാണ്. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു ഗ്രാഫ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. ഇത് കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതിനകത്ത് എന്താ പറയുന്നത്, നീല നിറത്തിൽ കാണുന്നത് മുസ്ലിമും SC ST അല്ലാത്ത ബാക്കിയുള്ള വിഭാഗവും, പച്ച നിറത്തിൽ കാണുന്നത് മുസ്ലിമും, വയലറ്റ് നിറത്തിൽ കാണുന്നത് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലോ അല്ലെങ്കിൽ ചുമന്ന നിറത്തിൽ കാണുന്നത് SC ST ആണ്. ഇപ്പോൾ 2001 2001 അവസ്ഥ നിങ്ങൾ കണ്ടോളൂ. ആ ഗ്രാഫ് മൂന്നും കൂടെ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. അതായത് എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള. അപ്പോൾ സച്ചാർ കമ്മീഷൻ പറഞ്ഞു കേരളത്തിലുള്ള മുസ്ലിങ്ങളെ, കാരണം സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് സംഭവമാണ്. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എങ്ങനെ ഉയർത്തിയെടുക്കണം എന്നുള്ളതാണ് വിഷയം. നമ്മുടെ കോൺഗ്രസ് സർക്കാരിൻ്റെ മൈനോറിറ്റി അപ്പീസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളെ എങ്ങനെ നമ്മൾ ഉദ്ധരിക്കും ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടത്തിയ പഠനത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രത്യേക വിഭാഗമായി കാണണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറയുകയും ചെയ്ത മാതിരി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് തീരെ ഇല്ല മുസ്ലിങ്ങൾക്ക്. ഒരു ബാക്ക്വേർഡ്നെസ്സും പറയാനില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ പാലൊളി മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ഒരാളെ ഇറക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു കളി കളിച്ചത്. എന്നിട്ട് പാലൊളി മുഹമ്മദ് കുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അഭ്യാസങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കേരളത്തിലെ 200 എയ്ഡഡ് കോളേജുകളുള്ളതിൽ 46 എയ്ഡഡ് കോളേജുകൾ മുസ്ലിങ്ങളുടെയാണ്. അതുമാതിരി 8,183 സ്കൂളുകളുള്ളപ്പോൾ
കേരളത്തിൽ. അതായത് ഇതൊക്കെ വരും, എന്താ LP, UP, ഹൈസ്കൂള്, HSS, VHSC തുടങ്ങിയ എല്ലാ വിഭാഗത്തിലെയും 8183 സർക്കാർ ഉൾപ്പെടെയുള്ള 8183 സ്കൂളുകളുള്ളതിൽ 1500 സ്കൂൾ മുസ്ലിങ്ങളുടെയാണ്. 297 സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉള്ളതിൽ 58 മുസ്ലിങ്ങളുടെയാണ്. അപ്പോൾ ഈ ഭീകര തട്ടിപ്പാണ് നമ്മൾ ഇവിടെ ഈ കേരളത്തിലെ മുസ്ലിം പിന്നാക്കാവസ്ഥയുള്ള മുസ്ലിമിന് കൊടുക്കുന്ന റിസർവേഷനോട് കൂടി. ഇപ്പം നിങ്ങളെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹിന്ദുവിലെ നായർക്കോ പിന്നെ ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുവിലെ ഫോർവേഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഹിന്ദു വിഭാഗത്തിന് ഒരു റിസർവേഷനും ഇല്ല. സാമ്പത്തികമായി അന്നത്തിന് ബുദ്ധിമുട്ടുന്ന ധാരാളം ആൾക്കാരെ നമുക്കെല്ലാം അറിയാം. പക്ഷെ അവർക്കൊന്നും ഒരു റിസർവേഷനും ഇല്ല. എന്നാൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നേരെ മുസ്ലിമായി കൺവേർട്ട് ചെയ്താൽ റിസർവേഷനായി. അപ്പോൾ കൺവേർഷന് പറ്റിയ വിളനിലം. കാരണം മുസ്ലിമായി കൺവേർട്ട് ചെയ്താൽ എന്താ പറയുന്നത്, റിസർവേഷൻ കിട്ടും, ജോലിക്ക് റിസർവേഷൻ, പിന്നെ വിദ്യാഭ്യാസത്തിന് റിസർവേഷൻ, ഉള്ള എല്ലാ കാര്യത്തിനും സഹായം, ധനസഹായവും. അതുമാതിരി കൺവേർട്ട് ചെയ്ത ഹിന്ദുവിൽ നിന്ന് SC/ST ഇതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യൻ ആയവർക്കും റിസർവേഷൻ. അപ്പോൾ ഒന്ന് ആലോചിച്ചേക്കണേ, ഈ ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് ജാതി ഉള്ളത് ഹിന്ദു മതത്തിൽ മാത്രമാണ്. അതാണ് സുപ്രീം കോടതി അല്ല ഭരണഘടന അക്സെപ്റ്റ് ചെയ്യണം. ജാതി ഹിന്ദുവിലേ ഉള്ളൂ, ക്രിസ്ത്യാനികൾക്ക് ജാതി ഇല്ല. അപ്പോൾ ഹിന്ദു മതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ജാതി ഇല്ലാത്ത ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അവർക്കും ജാതി റിസർവേഷൻ. അപ്പോൾ എന്തോ ഒരു തട്ടിപ്പാണ് ഈ രാജ്യത്ത് നടക്കുന്നത്, എന്തോ ഒരു തട്ടിപ്പാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് കേരള രാജ്യത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അനർഹമായ രീതിയിലുള്ള മുസ്ലിം പ്രീണനം, മൈനോറിറ്റി റിലീജിയസ് ആയിട്ടുള്ള മൈനോറിറ്റി പിന്നെ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉടത്തുന്നു. ആർട്ടിക്കിൾ 29 പറയുന്നത് എ സെക്ഷൻ ഓഫ് സിറ്റിസൺസ് റിസൈഡിങ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഹാവിങ് എ ഡിസ്റ്റിങ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ ഓൺ ഇറ്റ്സ് ഓൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസർവ് ഇറ്റ്. ഇപ്പോൾ ഇതിനകത്ത് മതം എവിടെ? പക്ഷേ ആർട്ടിക്കിൾ 29 വെച്ചിട്ടാണ് ഈ കളി മുഴുവൻ ഇവിടെ കളിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. അപ്പം ഈയൊരു ഉദ്യമത്തിന് ഇറങ്ങുന്നത് ഈയൊരു തട്ടിപ്പ്, ഈ ഭീകര തട്ടിപ്പ്, മതത്തിൻ്റെ പേര് പറഞ്ഞ് മുസ്ലിം പീഡനം നടത്തി ഇവിടെ 12% റിസർവേഷൻ മുസ്ലിമിന്. ഈഴവന് 14 ഉള്ളൂ, ഷെഡ്യൂൾ കാസ്റ്റിന് 8 ഉള്ളൂ, STക്ക് 2. ഒന്നാലോചിക്കണം, 12% റിസർവേഷനാണ് അല്ലെങ്കിൽ 14% റിസർവേഷനാണ് മുസ്ലിമിന് കൊടുക്കുന്നത്. എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇപ്പോഴും സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ്, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ബാക്ക്വേർഡ്. ഇവരെ സർക്കാർ ജോലികളിൽ ഇവരില്ല, ആൾ കുറവാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതുകൊണ്ട് മുസ്ലിം റിസർവേഷൻ ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം കുറവാണ് മുസ്ലിം പോപ്പുലേഷൻ അനുസരിച്ച്. ഇവർ ഈ അറബി നാട്ടിൽ പോയി അഭ്യാസം കാണിക്കാൻ പോകുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ആരവരെ പ്രിവെൻറ്റ് ചെയ്തു? കാരണം വിദ്യാഭ്യാസപരമായി ഇവരാരും പിന്നോക്കത്തിലല്ല. ആകെ പിന്നോക്കം നിൽക്കുന്നെങ്കിൽ ഈ പറഞ്ഞ മാതിരി മദ്രസയിലൊക്കെ കൊണ്ടുവിട്ട് അഭ്യാസം കാണിക്കുന്നവരേ ഉള്ളൂ. ഇതൊന്നും ആരും പറഞ്ഞില്ല. ഇവർക്ക് ഒരു അവസര നിഷേധവും കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ മാതിരി ഇത്രയും വിദ്യാഭ്യാസ ശ്രമങ്ങൾ നടത്തുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അപ്പോൾ ഈ തട്ടിപ്പ് അവസാനിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. കാരണം ഈ കൊടുക്കുന്ന മുസ്ലിമിനും ഈ ക്രിസ്ത്യാനികൾക്കും, അതായത് ഈ ലാറ്റിൻ കാത്തലിക്ക് കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനി, ഈ നാടാർക്കൊക്കെ എന്ത് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ആണ്. ഇഷ്ടംപോലെ കോളേജ് സ്കൂളുമുണ്ട്, ഇഷ്ടംപോലെ സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്, സന്തോഷമായിട്ട് സുഖകരമായും ജീവിക്കുന്ന ഒരു നാടാരാന്ന് പറഞ്ഞാൽ ആരെയും മാറ്റി നിർത്താറില്ല. നാടാരിൽ തന്നെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. ഒരു നാടാർ ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യേകതയില്ല. ഇവിടെ നടക്കുന്ന തട്ടിപ്പിന് കൈയും കണക്കുമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഈ ക്രീമി ലെയർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പം. അപ്പോൾ ഈ ആക്ട് അനുസരിച്ച് ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് തഹസിൽദാരാണ്. കാരണം എന്താ ക്രീമി ലെയർ?
ഒരാളുടെ വരുമാനം എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് ക്രീമി ലെയറിൽ പറയുന്ന വരുമാനത്തിന് ഉള്ളിലുള്ള ആളാണെങ്കിൽ റിസർവേഷൻ കിട്ടുള്ളൂ. അതിൽ മേളിലാണെങ്കിൽ റിസർവേഷൻ ഇല്ല. ആ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൊടുക്കുന്ന വില്ലേജ് ഓഫീസർമാരാണ്. കാരണം തഹസിൽദാർ റവന്യൂ ഇൻസ്പെക്ടറെ വെച്ച് അന്വേഷിച്ചിട്ടാണ് ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ടത് ആക്ട് അനുസരിച്ച്. അതുപോലും ഇവിടെ തട്ടിപ്പാണ്. ആർക്കും എന്തും ചെയ്യാം. മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ മൈനോറിറ്റി പ്രീണനം ഇത് നിർത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആശയത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ സമീപിച്ചത്. സാകേതം ഹിന്ദു ലിറ്റിഗൻസ് ആണ് എൻ്റെ പെറ്റീഷണർ. നമ്മൾ ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. കാരണം ഇതൊരു ലോങ് ഫൈറ്റാണ്. സുപ്രീം കോടതിയിൽ ഇത് അവസാനിക്കുകയുള്ളൂ. യാതൊരു തർക്കവും വേണ്ട. കാരണം ഇപ്പോൾ സുഖമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അനർഹമായ ഈ തട്ടിപ്പ് പരിപാടി നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള പ്രശ്നങ്ങൾ അവരുടെ നമ്മുടെ സമാജത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഈ കോടതിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫേസ്ബുക്കിൽ കേസിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ കോളിൽ നിന്ന് ജിഹാദികളുടെ വിളി തുടങ്ങി കഴിഞ്ഞു. തട്ടുമട മറ്റേതാന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്യാറില്ല. ഒരുപാട് ജിഹാദികൾ അൺനോൺ നമ്പേഴ്സിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ ഇൻ്റർനെറ്റ് കോളൊക്കെ ആയിരിക്കണം. ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ അഭ്യാസമൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. ഇവിടെ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് ഈ തട്ടിപ്പ് പരിപാടി നിയമപരമായി അവസാനിപ്പിച്ചിട്ടേ ഇതിന് പിന്നോട്ടുള്ളൂ. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും നാൾ ആരും ചെയ്യാത്ത. അത് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല. എന്തായാലും ഞങ്ങളിറങ്ങി. സാകേതം ഹിന്ദു ലിറ്റിഗൻസ് ഞങ്ങളിറങ്ങിയിട്ടുണ്ട്. ഈ കേസ് തയ്യാറാക്കാൻ ഞങ്ങൾ ജോയിൻ്റായിട്ട് ഞാനും ബാലൻ അമൃതി ബാലൻ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. ഞാനും കൂടാണ് ഇത് കൂട്ടായി ശ്രമം നടത്തി എത്തിച്ചത്. ബാലൻ ചേട്ടനോട് എനിക്ക് ഒരുപാട് കാരണം അദ്ദേഹമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻപുട്ട്. ഇതൊരു വലിയ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതുകൊണ്ടായിരിക്കും പലരും ഇറങ്ങിത്തിരിക്കേണ്ടെന്ന് വിചാരിച്ചത്. എന്തായാലും നമ്മളിറങ്ങി. ഇത് അറ്റം കണ്ടിട്ടേ മുന്നോട്ടുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് 10 വർഷം കൂടുമ്പോൾ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് അല്ലെങ്കിൽ സോഷ്യൽ ബാക്ക്വേർഡ്നെസ് റിവ്യൂ ചെയ്യണം. അത് ഇതൊരു മുന്നോക്കമായോ, ഈ ബാക്ക്വേർഡ്നെസ് ഇല്ലാതായോ, പിന്നാക്കാവസ്ഥ ഇല്ലാതായോ എന്ന് 10 വർഷം കൂടുമ്പോൾ റിവ്യൂ ചെയ്യണം. ആ റിവ്യൂ 10 വർഷവും നടന്നിട്ടില്ല. അതെന്താണെന്ന് എന്തായാലും കോടതി ചോദിക്കും. അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഒരു റിവ്യൂ നടത്താൻ കോടതി എന്തായാലും ആവശ്യപ്പെടും. തീർച്ചയായിട്ടും വേണമല്ലോ. കാരണം ഈ ആക്ടിൽ തന്നെ 10 വർഷം കൂടുമ്പോൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു സ്റ്റഡി മുസ്ലിമിൻ്റെ സാമ്പത്തിക, സാമുദായിക അല്ലെങ്കിൽ സാമൂഹിക, വിദ്യാഭ്യാസപരമായ ബാക്ക്വേർഡ്നെസ് എന്താണെന്ന് ഒന്ന് കോടതിയിലൊന്ന് പറയട്ടെ. എന്നിട്ട് മതി ഇനിയും ബാക്കിയുള്ള റിസർവേഷൻ. അപ്പോൾ അത് അഭ്യാസം കൈവച്ചാൽ മതി. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും പ്രാർത്ഥനയും പിന്തുണയും എല്ലാം ഉണ്ടാവണം. നമ്മളിത് മുന്നോട്ടിറങ്ങുകയാണ്. അറ്റം കാണാതെ ഇത് പിന്നോട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇത്രയൊരു വിഷയം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എല്ലാവർക്കും നമസ്കാരം. നന്ദി. നമസ്കാരം.